ഇതിനകത്ത് ഇഞ്ചി, വെളുത്തുള്ളി, കാന്താരിമുളക്, അതുപോലെ തന്നെ പെരുംജീരകം, ഇത്രയും കൂടെ ഇടിച്ചാണ് ഇത് നമുക്ക് കുക്കറിലേക്ക് ഇടാം. സവാള, പച്ചമുളക്, തക്കാളി, മുളക് പൊടി, ഉരുളക്കിഴങ്ങ് കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ, കറിവേപ്പില എല്ലാം കൂടി ഇതിലേക്ക് ഇടാം. ഒരു 10 മിനിറ്റ് കൊണ്ട് നല്ലൊരു മുട്ടക്കറിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുറച്ച് എണ്ണയും ഉപ്പും കൂടി ഇട്ടിട്ട് സെറ്റ് ചെയ്യാം. അച്ഛൻ ഇവിടെ തന്നെ ഉണ്ട്. അച്ഛൻ പാചകം നോക്കിക്കൊണ്ടൊന്ന് നിൽക്കുക ഇവിടെ. ഞാൻ ചെയ്തോളാം, അച്ഛൻ അവിടെ നിന്നാൽ മതി കേട്ടോ. ഓക്കെ, നമ്മൾ ചോറ് വയ്ക്കേണ്ടതെന്ന് വെച്ചിട്ട് ഇവിടെ എല്ലാം നീറ്റാക്കിയിട്ട് ഞങ്ങൾ ചപ്പാത്തിയാണ് വയ്ക്കുന്നത്. ചപ്പാത്തി മുട്ടക്കറി. മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് നമ്മുടെ ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ച് വെച്ചൊക്കെയാണ് ഈ ചപ്പാത്തി ഉണ്ടാക്കാം. ചപ്പാത്തി എല്ലാം നമ്മൾ പരത്തി വെച്ചു. ഈ നെയ്യാണ് നമ്മൾ എണ്ണയ്ക്ക് വന്നിരിക്കുന്നത്. നെയ്യ് തേച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി നെയ്ക്കായിട്ടുണ്ടാക്കിയ സൂപ്പർ ചപ്പാത്തിയും നല്ല മുട്ടക്കറി. ഉച്ചയ്ക്ക് ഞങ്ങൾ ചപ്പാത്തി മുട്ടക്കറിയും. ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്. ചപ്പാത്തി ഉണ്ടാക്കി ഉച്ചയ്ക്ക് ഇന്ന് ചോറൊന്നും വെച്ചില്ല, കാരണം ഇന്ന് ചോറ് വയ്ക്കാനുള്ളൊരു ഇതില്ല. അപ്പം ഞാൻ ഇന്ന് ചപ്പാത്തിയും മുട്ടക്കറി ഉണ്ടാക്കി. പൂച്ചാണ്ടികൾക്കൊക്കെ അപ്പുറത്ത് കുഞ്ഞുമോളോട് ഞാൻ ചോറ് പിടിച്ചു കൊടുത്തു. പിന്നെ എടുത്ത് അടിപൊളിയാ, കഴിച്ചു. അച്ഛൻ കഴിക്കും. നല്ല നെയ്യൊക്കെ ഇട്ട് മുരിച്ചുണ്ടാക്കിയതാണ്. ചപ്പാത്തിയൊക്കെ വെച്ചു. ഇനി മിക്കതും ചപ്പാത്തിയൊക്കെ വണ്ണം കുറയ്ക്കുക. ചോറ് ഡെയിലി കഴിച്ചാൽ പണിയാവും. നിങ്ങളുടെ നല്ല സ്മൂത്തായിട്ടുള്ള ചപ്പാത്തിയാണ്. ഞാൻ പറഞ്ഞ മുട്ട എടുത്ത് അകത്തോട്ടെടുത്ത് വെച്ച് ചിലപ്പോൾ നല്ല കഴിക്കും. ഓഹോ, യാ പിന്നെ പാട് യാ കഴിക്കൂ. യാ ഉറക്കം വരുന്നോ? ആർസിദാർക്ക് ഉറക്കം വരുന്നോ? 22 വരും. എന്തൊന്ന് പറയുന്നു, 22 വരും. കുമ്പള കുത്തി എടുക്കുന്നത് കണ്ട. അങ്ങനെ അച്ഛൻ കഴിച്ചുകൊണ്ടിരിക്കുന്നു ചപ്പാത്തി. മുട്ട എടുക്കുന്നില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? കറി എടുത്തുകൊണ്ട് വരട്ടാ. കറി എടുത്തുകൊണ്ട് വരട്ടെ. അച്ഛൻ കറിയാണ് ഏറ്റവും കൂടുതൽ കഴിച്ചു കേട്ടോ. മുട്ടയും എടുത്തെങ്കിൽ കൊള്ളായിരുന്നു. ചെയ്തെടുക്കച്ച, ഈ മുട്ട എടുക്കച്ച.
2 ചപ്പാത്തി കഴിച്ചു. ഞാൻ മുട്ട കഴിക്കും. ഞാൻ കറി എടുത്തുകൊണ്ട് വരാം. ഞാൻ മുക്കറോട് കൂടി എടുത്തുകൊണ്ട് പോയിട്ട് കൊടുക്കും. എല്ലാം വൃത്തിയാക്കി വിറകടുപ്പിൻ്റെ ഭാഗം അടുക്കളയുടെ ഭാഗത്തൊക്കെ. അതുകൊണ്ട് ഇന്ന് ചോറ് നമ്മളിന്ന് വെച്ചില്ല. നമ്മൾ ഗ്യാസിനകത്ത് ചെയ്ത ചപ്പാത്തി മുട്ടക്കറി അച്ഛൻ കഴിച്ചുകൊണ്ടിരിക്കുക. മുട്ട എടുത്ത് കേട്ടോ, മുട്ട അച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. മുട്ട കഴിക്കാനുള്ള പരിപാടിയാണ്. മുട്ടയും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആയി. അച്ഛൻ്റെ ഉച്ചക്കലത്തെ ആഹാരം ചപ്പാത്തി, നമ്മുടെ മുട്ടക്കറി. ഓക്കെ അച്ഛാ, ഓക്കെ 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 കേട്ടോ. അർച്ചിയുടെ കണ്ണൊക്കെ നിറയുന്നു. കാരണം അർച്ചി കുറേ കറി ഞാൻ കഴിച്ചു കേട്ടോ, മൊത്തം കഴിച്ചിട്ട്. ചിത്രയും കഴിച്ചു. കൈ കഴിവ് ഞാൻ കഴിവിട്ടേക്കൂല്ലേ. വെള്ളം കൂടെ കുടിക്കാവാ. ഈ വെള്ളം കുടിച്ചോ. ചപ്പാത്തി കഴിച്ചില്ലേ? ഞാൻ വെച്ചോളാം. ഈ വെള്ളം കുടി. വെച്ചു അവിടെ വെച്ചേക്ക്. അവിടെ എത്തുന്ന മതി. ഈ വെള്ളം കൂടെ കുടിക്ക്. വെള്ളം കുടിക്ക്. അച്ഛൻ്റെ പരിപാടിയുള്ളത്. അവിടെ വെച്ചേക്ക്. മതി. അവിടെ ഇരുന്നോട്ട്. ഓക്കെ, ഇത് വെള്ളം കുടിക്ക്. വെള്ളം കുടിക്ക്. വെള്ളം ഇവിടെ കുടിച്ചിട്ട് കുടിച്ചോ. വെള്ളം കുടിക്ക്. അച്ഛൻ കുടിക്ക്. കുടിക്ക്. കളയല്ല, കുടിക്ക്. ചപ്പാത്തി തിന്നല്ലേ? കുടിക്ക്. അല്ല, കുടിക്ക്. കുറച്ചും കുടിച്ചാൽ മതി. കുറച്ച് കുടിച്ചിട്ട് മാവ് വെച്ചത്. 4 ചപ്പാത്തി കഴിച്ചു. ചെറുത് കുറച്ച് മാറ്റിച്ചു. ഓക്കെ, മുടിച്ച്. എന്ത് ഇത് പച്ച ചൂടുള്ള? ഓക്കെ, ഇതിനിവിടെ ഇട്ടേക്കണോ കൊണ്ടുവയ്ക്കണോ? ഇതെന്ത് വേണം? ഓക്കെ, ശരി, ഇവിടെ വെച്ചേക്കാം. ഇപ്പം അങ്ങനെ അച്ഛൻ്റെ ഉച്ചക്കോട് കഴിഞ്ഞു. ഇനി കുറച്ച് നേരം പോയി കണക്ക് കേട്ടോ. ചായ ഇടുമ്പോൾ വിളിക്കാം കേട്ടോ. കേട്ടോ. അവിടെ പോയി കിടന്നോ കേട്ടോ. അവിടെ നിന്ന് ആരും ഇല്ല അച്ഛൻ. ഓക്കെ, ഞാൻ വൈകിട്ട് വിളിക്കാം കേട്ടോ. കിടക്കണം കേട്ടോ. ഓക്കെ.